പുതിയ PSC വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളുകളിലെ പരീക്ഷാകാലം പരിഗണിച്ച് മാർച്ചിലെ PSC പരീക്ഷകളെല്ലാം ഓൺലൈനിൽ ആക്കി. PSCയുടെ തന്നെ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങളിലായിരിക്കും ഇവ നടത്തുക. 20 കാറ്റഗറികളിലായി 11 ഓൺലൈൻ പരീക്ഷകൾ ഉണ്ടാകും. വിവിധ വകുപ്പുകളിൽ സർജന്റ്, NCC അല്ലെങ്കിൽ സൈനിക ക്ഷേമ വകുപ്പിലെ ക്ലർക്ക് ഇവയ്ക്കുള്ള പൊതുപരീക്ഷയാണ് മാർച്ചിൽ ഏറ്റവും കൂടുതൽ പേർ എഴുതുമെന്ന് ഉറപ്പ് നൽകിയത്. 1300 പേർ പരീക്ഷ എഴുതുമെന്ന് PSC അറിയിച്ചു. മാർച്ച് 11-നാണ് പരീക്ഷ. മൊത്തം 1588 പേർ അപേക്ഷിച്ചതിൽ 222 പേർ പരീക്ഷയ്ക്ക് ഉറപ്പ് നൽകിയില്ല. അങ്ങനെയാണ് 1300 പേർ പരീക്ഷയ്ക്ക് ഉറപ്പ് തന്നത്. അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി 25 മുതൽ പ്രൊഫൈലിൽ ലഭിക്കും. അപ്പോൾ മാർച്ച് 11-നാണ് സർജന്റ്, NCC അല്ലെങ്കിൽ സൈനിക ക്ഷേമ വകുപ്പിലെ ക്ലർക്ക് പരീക്ഷ നടത്തുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി 25 മുതൽ പ്രൊഫൈലിൽ ലഭിക്കും. ഇനി അടുത്തത് മൈൻസ് ആൻഡ് ജിയോളജി വകുപ്പിൽ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ്. ആകെ 1840 പേരാണ് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത്. 513 പേർ പരീക്ഷയ്ക്ക് ഉറപ്പ് നൽകിയില്ല. ഓൺലൈൻ പരീക്ഷയ്ക്ക് 1336 പേരാണ് ആകെ ഉറപ്പ് നൽകിയത്. മാർച്ച് 20-ന് നടത്തുന്ന പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് മാർച്ച് 6 മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും. അപ്പോൾ മാർച്ച് 20-നാണ് ഈ പരീക്ഷ, അതായത് മൈൻസ് ആൻഡ് ജിയോളജി വകുപ്പിൽ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിന്റെ ഓൺലൈൻ പരീക്ഷ നടത്തുന്നത്. മാർച്ച് 20-നാണ്. അഡ്മിഷൻ ടിക്കറ്റ് മാർച്ച് 6 മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും. അടുത്തത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ കൊമേഴ്സ് ഇൻസ്ട്രക്ടർ. 434 പേരാണ് ഉറപ്പ് നൽകിയത്, പരീക്ഷ എഴുതാമെന്ന് കൺഫർമേഷൻ നൽകിയത്. ഇവയ്ക്കുള്ള ഓൺലൈൻ പരീക്ഷ മാർച്ച് 27-ന് നടത്തും. അടുത്തത് വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തസ്തികമാറ്റം വഴിയാണ്. പൊതുപരീക്ഷ മാർച്ച് 15-ന് നടത്തും. അടുത്തത് വിവിധ വകുപ്പിൽ ബൈൻഡർ ഗ്രേഡ് 2 തസ്തികയുടെ 2 NCA വിജ്ഞാപനങ്ങൾക്ക് 541 അപേക്ഷ ലഭിച്ചതിൽ 333 പേർക്കുള്ള ഓൺലൈൻ പരീക്ഷ മാർച്ച് 6-ന് നടത്തും. അഡ്മിഷൻ ടിക്കറ്റ് ഫെബ്രുവരി 20 മുതൽ പ്രൊഫൈലിൽ ലഭിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ കൊമേഴ്സ് ഇൻസ്ട്രക്ടർ പരീക്ഷ മാർച്ച് 27-നാണ്. വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തസ്തികമാറ്റം വഴിയുള്ള പരീക്ഷ മാർച്ച് 15-നാണ്. പിന്നെയുള്ളത് ബൈൻഡർ ഗ്രേഡ് 2 തസ്തികയ്ക്ക് 2 NCA വിജ്ഞാപനങ്ങൾ മാർച്ച് 6-നാണ് പരീക്ഷ നടത്തുന്നത്. ഫെബ്രുവരി 20 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭിക്കും. ISM ആയുർവേദ കോളേജിലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 നിയമനത്തിനുള്ള ഓൺലൈൻ പരീക്ഷ വിവിധ ജില്ലകൾക്കായിട്ട് മാർച്ച് 18-ന് നടത്തും. 217 പേരാണ് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത്. കൺഫർമേഷൻ നൽകിയത് 217 പേരാണ്. മാർച്ച് 4 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. അടുത്തത് ആരോഗ്യ വകുപ്പിലും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലും അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയുടെ ഓൺലൈൻ പരീക്ഷ മാർച്ച് 25-ന് നടത്തും. അപ്പോൾ എന്തൊക്കെയാണ്? ISM ആയുർവേദ കോളേജിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2-ന്റെ ഓൺലൈൻ പരീക്ഷ മാർച്ച് 18-നും പിന്നെ ആരോഗ്യ വകുപ്പിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയുടെ ഓൺലൈൻ പരീക്ഷ മാർച്ച് 25-നും നടത്തും. അടുത്തത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ക്ലിനിക്കൽ ഓഡിയോമെട്രീഷ്യൻ പരീക്ഷ മാർച്ച് 27-ന്. 110 പേർ പരീക്ഷ എഴുതുമെന്ന് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. ഏപ്രിലിലെ പരീക്ഷാ കലണ്ടർ ഈ മാസം അവസാനം പ്രസിദ്ധീകരിക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 30-31 തീയതികളിൽ പ്രസിദ്ധീകരിച്ച 308 വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ വരുന്ന ജനുവരി 29-നാണ്. അതിനാൽ വെബ്സൈറ്റിൽ തിരക്കുണ്ടാകുന്നത് പരിഗണിച്ച് ഏപ്രിലിലെ പരീക്ഷയ്ക്ക് ഉറപ്പ് നൽകാനുള്ള തീയതി നീട്ടിവച്ചിരിക്കുകയാണ്.
അപ്പോൾ എന്തൊക്കെയാണ്? മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ക്ലിനിക്കൽ ഓഡിയോമെട്രീഷ്യൻ പരീക്ഷ മാർച്ച് 27 നടത്തും. പിന്നെ അടുത്ത ന്യൂസ് ഏതാണ്? ഏപ്രിലിലെ പരീക്ഷാ കലണ്ടർ ഈ മാസം അവസാനം പ്രസിദ്ധീകരിക്കുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 30, 31 തീയതിയിൽ പ്രസിദ്ധീകരിച്ച 308 വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി 29 ആണ്. അതായത് നാളെയാണ്. അതിനാൽ വെബ്സൈറ്റിലെ തിരക്കുണ്ടാകുന്നത് പരിഗണിച്ച് ഏപ്രിലിലെ പരീക്ഷയ്ക്ക് ഉറപ്പു നൽകാനുള്ള തീയതി നീട്ടിവച്ചിരിക്കുകയാണ്. ഇതോടെ PSC വാർത്തകൾ അവസാനിച്ചു. അടുത്ത വാർത്തകളുമായി ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.